കഴിഞ്ഞ ദിവസം കേട്ട വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കലാഭവൻ നവാസ് മരിച്ചുപോയി എന്നുള്ള വാർത്ത. ഒരുപക്ഷെ കലാഭവമണിയെ പോലെ അല്ലെന്നുണ്ടെങ്കിൽ സുബി ചേച്ചിയെ പോലെയൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചു നേരത്തേക്ക് ഫ്രീസായി പോയൊരു അവസ്ഥയായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നൊരു സംഗതി. ഹൃദയാഘാതമാണെന്ന് പറയുന്നു. എന്നാലും അദ്ദേഹം ആരോഗ്യവാനാണ്. അദ്ദേഹം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ളൊരു ജീവിതശൈലിയും പിൻപറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് കൂടെയുള്ളവർ പറയുന്നു. അങ്ങനെ ഇരിക്കെ എങ്ങനെ ഇത് സംഭവിച്ചു ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഞാൻ സത്യത്തിൽ ഈ സംഭവം കേട്ടപ്പോൾ ഫസ്റ്റ് എന്റെ മനസ്സിലേക്ക് വന്നത് ഭാര്യ രഹനയുടെ മുഖമാണ്. എങ്ങനെയായിരിക്കും ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്നും ഒരു ജീവിത പങ്കാളി പെട്ടെന്ന് ഇങ്ങനെ ഇല്ലാതായി പോകുമ്പോൾ അവർ അതിജീവിക്കുന്നത്. ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായിട്ട് വിനോദ് കോവൂർ വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് തന്നെ നവാസിക്കയ്ക്ക് നെഞ്ചുവേദന വന്നിരുന്നു എന്നാണ്. എന്നാൽ അവര് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തയ്യാറായില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം വൈകിപ്പിക്കുന്നത് കൊണ്ട് അത് ജീവനുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എത്രത്തോളം റിസ്ക് ആണ്. ഞാൻ എന്റെ ഒരു അനുഭവം കൂടി ചേർത്താണ് ഇതിനെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇപ്പോൾ അതേപ്പറ്റി സംസാരിക്കാം. വിനോദ് കോവൂർ പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് തന്നെ നവാസിക്കയ്ക്ക് നെഞ്ചുവേദന വന്നു. പക്ഷേ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തയ്യാറായില്ല. ഇവരൊട്ട് ഹോസ്പിറ്റലിൽ പോകുന്നുള്ള രീതിയിൽ പ്രഷറൈസ് ചെയ്തില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകുമല്ലോ. ഈ സിനിമ നവാസിക്കയെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഭയങ്കര പ്രതീക്ഷയോടുകൂടി പലരോടും അതിനെപ്പറ്റി പങ്കുവച്ചിട്ടുണ്ട്. ജൂനിയർ മാൻഡ്രേക്കിന് ശേഷം എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയൊരു ബ്രേക്ക് ആകാൻ സാധ്യതയുണ്ട് ഈ സിനിമ എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് പേരോട്. അപ്പോ അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഷൂട്ടിംഗ് മുടങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ നെഞ്ചുവേദന വന്നപ്പോഴും അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയില്ല. പകരം ഡോക്ടറിനെ വിളിച്ച് സംസാരിച്ചു അത്രേ. എന്നിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നാണ് വിചാരിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി റൂമിലേക്ക് കടന്നു ചെന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി മരണപ്പെടുന്ന അവസ്ഥയിൽ എത്തി എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ചില കാര്യങ്ങൾ ചിലരൊക്കെ മറച്ചു വെക്കാറുണ്ട് പലപ്പോഴായി പ്രിയപ്പെട്ടവരോട്. കൂടുതലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ മറച്ചു വെക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ അത് ചെയ്യുന്നത് ആണുങ്ങളാണെന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു അനുഭവം കൂടി എന്ന് പറഞ്ഞാൽ എന്റെ അപ്പ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എന്റെ അപ്പ മരിക്കുന്നത്. അപ്പയ്ക്ക് എന്തെങ്കിലും ദേഹം അസ്വാസ്ഥ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായ്ക ഉള്ളതായിട്ട് എനിക്കോ അമ്മയ്ക്കോ അറിയില്ല. ഞാൻ ഒരു മകളാണ്. അമ്മയും ഞാനും അപ്പയും മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കറിയില്ല എന്തെങ്കിലും മരുന്നെടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്കറിയില്ല. നോർമലായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, ഷുഗർ പ്രഷർ അങ്ങനെയുള്ളതായിട്ടൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു വൈകുന്നേരം അസൈൻമെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന അപ്പ വെള്ളം ചോദിക്കുന്ന എന്നോട് നാരങ്ങ വെള്ളം വേണമെന്ന് പറയുന്നു. നാരങ്ങ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അപ്പയുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് നാരങ്ങ വെള്ളം മേടിക്കാൻ പറയുന്നു. ഞാൻ പോയി പൈസ എടുത്ത് നാരങ്ങ മേടിച്ചിട്ട് വരുന്നു. നാരങ്ങ പിഴിഞ്ഞു കൊണ്ടുവരുന്ന വരുന്നേക്കുള്ളിൽ അപ്പ വീഴുന്നു. അപ്പൊ എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. ഒന്നാമത് ഞാൻ കുട്ടിയാണ്, എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് വീണു. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ലായിരുന്നു. ഞാൻ വേഗം അടുത്ത് ചെന്ന് വിളിക്കാനൊക്കെ നോക്കി, എണീക്കുന്നില്ല. അപ്പൊ എന്റെ കൂടെ അപ്പുറത്തെ 2 കുട്ടികളും കൂടി ഇരുന്ന് എഴുതുന്നുണ്ട്. അവന്മാരുടെ അടുത്ത് പറഞ്ഞു അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ചേട്ടനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അവന്മാര് പതുക്കെ നടന്നു പോയിട്ട് ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു. കുറച്ചു നേരമായിട്ടും കാണുന്നില്ല. ഞാനപ്പോ തലയൊക്കെ എന്റെ മടിയിൽ വെച്ചിട്ട് ഞാൻ ചോദിച്ചു അപ്പാന്ന് വിളിക്കുമ്പോൾ നാക്ക് ഇങ്ങനെ കുഴഞ്ഞു പോകുന്നുണ്ട്. എന്തോ എന്നോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള മനസ്സിലായി. പക്ഷെ അതിലപ്പുറത്തേക്ക് എനിക്ക് ഉയർത്താനും പറ്റുന്നില്ല. നല്ല വെയിറ്റ് ആണ്. എന്റെ അപ്പ എന്ന് പറഞ്ഞാൽ 6 അടി ഉയരമുള്ള നല്ല ശരീര പുഷ്ടിമയുള്ള ഒരു വ്യക്തിയാണ്. എന്റെ അപ്പ ഒരു CATU കാരനാണ്, ഒരു ചുമട്ട് തൊഴിലാളിയാണ്. അപ്പൊ അതിന്റെ ഒരു ശാരീരിക പുഷ്ടിമയുള്ളതുകൊണ്ട് നമുക്ക് ഉയർത്താൻ പറ്റുന്നില്ല. പക്ഷെ എന്റെ മടിയിൽ തല വെച്ചിട്ട് ഇങ്ങനെ ശ്വാസം വലിച്ചു. 3 വട്ടം ശ്വാസം വലിച്ച് കണ്ണിങ്ങനെ അടച്ചു. അന്നേരത്തേക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ തലയൊക്കെ താഴെ വെച്ചിട്ട് ഞാൻ നേരെ പോയി ഓടി ചെന്നപ്പോൾ അവരിങ്ങനെ പതുക്കെ വരികയാണ്. പിള്ളേർ പോയി പറഞ്ഞേക്കുന്നത് എന്നെ ഡെയ്സി എന്നാണ് അവിടെ എല്ലാവരും വിളിക്കുന്നത്. ഡെയ്സി ചേച്ചി വിളിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പതുക്കെ വന്നാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ അവർ വരും. അപ്പൊ ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു എല്ലാവരും ഒന്ന് വേഗം ഓടി. അപ്പൊ വീണു എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഓടി വന്ന് വേഗം പൊക്കി. അപ്പൊ എന്റെ അമ്മ റേഷൻ കടയിൽ പോയിരിക്കാം. റേഷൻ കടയിൽ പോയപ്പോൾ പപ്പ ഇതുപോലെ വീണു എന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടി ഞാൻ ഓടിപ്പോയി. വഴി വെച്ച് കണ്ടു. ഞാൻ പറഞ്ഞിങ്ങനെ പപ്പ വീണു. അപ്പൊ അമ്മ വിചാരിച്ചത് തണ്ണി അടിച്ചിട്ട് വീഴുന്നതായിരിക്കും. പക്ഷെ അപ്പൊ എന്തോ ഒരു സെമിനാറിന് എന്തിനൊക്കെ കൂടിയിട്ട് ഒരു 3 വർഷം മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മദ്യപിച്ച് കണ്ടിട്ടുമില്ല. സെമിനാർ കൂടിയെന്നാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ അതാണെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു, ഇയാൾ കള്ളു കുടിച്ചിട്ട് വീണോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് അമ്മയെ കൊണ്ട് അമ്മ ഒന്ന് മിണ്ടാണ്ടിരിക്കും, അമ്മ പറയുന്ന പോലെ ഒന്നല്ല. ആക്ച്വലി വീണ കാഴ്ച ഞാനാണല്ലോ കാണുന്നത്, അമ്മ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മയെ കൊണ്ട് വരുന്ന സമയത്ത് അവിടുത്തെ ചേട്ടൻ ഇങ്ങനെ സൈക്കിൾ സ്പീഡിൽ ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ ഓടി പോകുന്നുണ്ട്. സ്പീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നിട്ടല്ല, നിന്നിട്ടാണ് ചവിട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നി എന്തോ പന്തികേടാണെന്ന്. ഞാൻ ഓടി ചെന്നപ്പോൾ ഇവരെല്ലാവരും അവിടെയുള്ള ഏരിയയിലുള്ള മൊത്തം ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി കസേരയിൽ പിടിച്ചിരുത്തിയേക്കുക. കാലും കയ്യൊക്കെ ഒരു കൂട്ടിട്ട് തടകുന്നു. അമ്മ വന്നിട്ട് ഷുഗറും പഞ്ചസാരയും ഉപ്പൊക്കെ കൂടി കലക്കിയിട്ട് കൊടുക്കുകയാണ്. ഷുഗർ പ്രഷർ എന്തെങ്കിലും താന്നു പോയതായിരിക്കും എന്നൊക്കെ കരുതിക്കൊണ്ട്. പക്ഷെ അതൊക്കെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ കലക്കി വെച്ച നാരങ്ങ വെള്ളമൊക്കെ ആരാണ്ടൊക്കെ തട്ടിയിട്ട് അപ്പൊ നിലത്ത് നോക്കുമ്പോൾ വെള്ളമൊക്കെ ഉണ്ട്. സംഭവം എന്താന്ന് പറഞ്ഞാൽ വീണപ്പോൾ തന്നെ മൂത്രം പോയിരുന്നു. അതൊക്കെ അവർ ക്ലീൻ ചെയ്തത്. പെട്ടെന്ന് ഓട്ടോ വന്നു. ഓട്ടോയിൽ കയറ്റാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. 8 പേര് പിടിച്ചിട്ട് പൊങ്ങുന്നില്ല. നേരെ ഹോസ്പിറ്റലിൽ പോയി, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നു. ഞാൻ ആരെങ്കിലും വിളിക്കണോ എന്താ ഇനിയിപ്പം ആരെങ്കിലും വിളിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ഇടിയും നിലവിളിയൊക്കെ കേട്ടു. നേരെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറയുന്നുണ്ട് മരിച്ചു. അമ്മ സമ്മതിക്കുന്നില്ല. അമ്മ പറയുന്നത് ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന്. അപ്പം ആക്ച്വലി കേൾക്കുന്നത് അമ്മയുടെ ഹാർട്ട് ബീറ്റ് ആണ്.
അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ആണ്. ആ സമയത്ത് എങ്ങനെയെന്നറിയില്ല, ഞങ്ങളുടെ ഏരിയയിലുള്ള ആളുകൾ മൊത്തം അവിടെ നിറഞ്ഞു. പോസ്റ്റ്മോർട്ടം വേണം എന്ന രീതിയിലൊക്കെ വന്നപ്പോഴത്തേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തോ ഇല്ലെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാനും ആ സമയത്ത് തൊട്ട് പുറകിൽ തന്നെ എൻ്റെ പപ്പാടെ പെങ്ങളുടെ മോള് അവിടെയാണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ എങ്ങനെയോ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ചുറ്റിയൊക്കെ പോയി. എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ ആ ഇരുട്ടില് വണ്ടികളുടെ ലൈറ്റ് തിളങ്ങുന്നത് എൻ്റെ കണ്ണിൽ മുഴുവൻ കണ്ണുനീരാണ്. അവിടെ ചെന്ന് ഞാൻ അമ്മൂമ്മയാണ് ഫസ്റ്റ് കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. എന്താ മോളെ ഒറ്റയ്ക്ക് രാത്രി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മൂമ്മയുടെ കൈ പിടിച്ചങ്ങ് വീടുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഇപ്പോഴും അതൊക്കെ ഓർമ്മയുണ്ട്. ഇത് ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ, എൻ്റെ അപ്പയുടെ ഇത് ഫസ്റ്റ് അറ്റാക്ക് ആയിരുന്നില്ല, എൻ്റെ അപ്പയുടെ 3ാമത്തെ അറ്റാക്ക് ആയിരുന്നു ഇത്. പക്ഷെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല. എൻ്റെ അപ്പ ജോലി സ്ഥലത്തായിരിക്കുന്ന സമയത്ത് 2 തവണ അപ്പയ്ക്ക് അറ്റാക്ക് വന്നിട്ടുണ്ട്. അവിടെ തന്നെയുള്ള കൃഷ്ണ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കഴിക്കാൻ നാക്കിന്റെ അടിയിൽ വെക്കുന്ന ഗുളിക വരെ എൻ്റെ അപ്പയുടെ പോക്കറ്റിലുണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയില്ല, എൻ്റെ അമ്മയ്ക്ക് അറിയില്ല. അറിയാതെ ഞങ്ങൾ എന്ത് ചെയ്യും? എന്തുകൊണ്ടാണ് ഞങ്ങളോട് പറയാതിരുന്നത്? 3 വർഷം മുമ്പ് ആദ്യത്തെ അറ്റാക്ക് വന്നു, അത് കഴിഞ്ഞ് 2ാമത്തതും വന്നു. ആ സമയത്താണ് മദ്യപാനം നിർത്തിയത്. പക്ഷെ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒരു തരത്തിലും ഫുഡായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. ഈ മരിക്കുന്ന അന്ന് കഴിച്ചെന്താന്ന് വെച്ചാൽ, അന്ന് ഫ്രിഡ്ജിൽ ഇരുന്നിരുന്ന ഗ്യാസ് തീർന്നിരിക്കുകയായിരുന്നു. ഫ്രിഡ്ജിൽ ഇരുന്നിരുന്ന എന്തോ ആട് ബിരിയാണി എന്തോ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ എടുത്ത് തണുപ്പോടെ കഴിക്കുക ചെയ്തത്. അപ്പൊ ഓൾറെഡി ഇങ്ങനത്തെ കൊളസ്ട്രോൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബീഫും അങ്ങനത്തെ ഫുഡൊന്നും കഴിക്കാൻ സമ്മതിക്കില്ലല്ലോ. അതിലുപരി ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഭയങ്കര അബലകളായിട്ടുള്ള പെണ്ണുങ്ങളാണ് ഞങ്ങൾ പേടിക്കും. ഈ ടെൻഷൻ ഒന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളോട് മറച്ചു വെച്ചു. എനിക്ക് ആ സമയത്ത് CPR കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അറ്റാക്കാണോ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പോലും അറിയില്ല. ഒന്നും അറിയാത്ത ഒരു കുട്ടിയാണ്. ഒരു പക്ഷെ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഫുഡ് നോക്കില്ലായിരുന്നോ? എനിക്ക് ഇത്രയും നാളൊന്നും ജീവിച്ചിരിക്കുന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും ഇതുപോലെ ആകസ്മികമായിട്ട് ഒരു നിമിഷത്തിൽ വീണ് അപ്പനില്ലാതായി പോകുന്ന ഒരു അവസ്ഥ എനിക്ക് വരില്ലായിരുന്നു. അപ്പയുടെ ജോലി സ്ഥലത്തുള്ള ഒരുപാട് ആൾക്കാർക്ക് അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നത്. അവര് പോലും ഞങ്ങളോട് പറഞ്ഞില്ല. മരിച്ചതിന് ശേഷം പറഞ്ഞു. ഞങ്ങളോട് പറയരുതെന്ന് ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളൊരു ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? അദ്ദേഹം അങ്ങനെ പറഞ്ഞാലും നമ്മളോട് പറയില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളല്ലേ നോക്കേണ്ടത്. നമുക്കല്ലേ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളല്ലേ നോക്കേണ്ടത്, നമ്മളോടല്ലേ പറയേണ്ടത്. ഇപ്പൊ പപ്പയാണെങ്കിലും പപ്പയുടെ ആരോഗ്യത്തിന് യാതൊരു രീതിയിലുള്ള ശ്രദ്ധയും കൊടുത്തില്ല. വേറെ എന്തിനൊക്കെയായിരുന്നു പ്രിയോറിറ്റി. അല്ലെന്നുണ്ടെങ്കിൽ പറയുമായിരുന്നു, ഇതുപോലെ ഒരു ടാബ്ലറ്റ് ഉണ്ട് എന്റെ കയ്യിൽ, ഇൻ കേസ് എനിക്ക് നെഞ്ചുവേന വന്ന് ഇങ്ങനെ എന്തെങ്കിലും വീഴുവാണെങ്കിൽ ടാബ്ലറ്റ് ഇങ്ങനെ വെച്ചിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറയുമായിരുന്നു. ഇപ്പൊ നവാസിക്ക നെഞ്ചുവേന വന്നു, പ്രിഫറൻസ് എന്തിനാ കൊടുത്തത്? സിനിമയ്ക്കാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പോകാം എന്നാ വിചാരിച്ചത്. ആരോഗ്യം അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന അവശതകൾ എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാറി നിൽക്കുന്നതല്ല എന്നുള്ളത് എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർ വിഷമിക്കുമെന്ന് കരുതി, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടുമെന്ന് കരുതി ഒക്കെ നമ്മുടെ വയ്യായികൾ, ഈ അറ്റാക്ക് എന്ന് പറയുന്ന സാധനമൊക്കെ പെട്ടെന്ന് ഞൊടിയിടയിൽ വരുന്നതല്ല. 2 ദിവസം മുമ്പ് അതിന്റെ സിംറ്റംസ് ഉണ്ടാവും. യൂട്യൂബിൽ ചുമ്മാ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി, എന്തോരം റീൽസ് കാണുന്നു, അതിനകത്തൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പെട്ടെന്ന് കിതപ്പ് വരുന്ന സംഗതി, ഓവറായിട്ട് വിയർക്കുന്ന സംഗതി, അത് AC ഇരുന്നിട്ട് നിങ്ങൾ വിയർക്കുവാണ്. അതുപോലെ തന്നെ പുറത്തു നിന്നും കയ്യിലേക്ക് വരുന്ന വേദന, കയ്യിൽ വരുന്ന വേദന, അപ്പൊ ഇങ്ങനെ മരവിപ്പ്, ഇങ്ങനെ ഓരോരോ സംഗതികൾ ഇതിനകത്തുണ്ട്. അതുപോലെ പെട്ടെന്ന് ഒരു അറ്റാക്ക് നമുക്ക് ഫീൽ ചെയ്താൽ എന്ത് ചെയ്യണം? നമുക്ക് ചുമക്കാൻ പറ്റും. നമ്മുടെ ഹൃദയം, ഹാർട്ട് പമ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ശക്തിയായിട്ട് ചുമച്ചാൽ മതി. ഇതൊരു നമ്മൾ സെൽഫായിട്ട് ചെയ്യേണ്ട ഒരു മെക്കാനിസമാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണമെങ്കിൽ നമ്മുടെ സമൂഹം, നമ്മുടെ ആരോഗ്യത്തിന് സത്യം പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകണം. പലരും അത് നൽകാറില്ല. എല്ലാ ആളുകളും ഇപ്പൊ നവാസിക്കനെയൊക്കെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനൊക്കെ നല്ല ശ്രദ്ധ കൊടുത്തിരുന്നു. പക്ഷെ അവസാനം അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന സമയത്ത് അപ്പോഴല്ലേ ശ്രദ്ധ കൊടുക്കേണ്ടത്? തീർച്ചയായും അത്രയധികം ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡോക്ടറെ വിളിച്ച് ചോദിക്കില്ല. കാരണം ഇപ്പോഴുള്ള ECG കണ്ടീഷൻ എന്താണെന്നുള്ളത് ഡോക്ടറിന് അവിടെ ഇരുന്ന് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. റിപ്പോർട്ട്സ് നോക്കിയിട്ട് രോഗം എന്താണെന്ന് പ്രഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ട്രെയിൻഡ് ആയിരിക്കുന്നത്. അല്ലാതെ ഫോണിൽ കൂടെ ലക്ഷണങ്ങൾ കേട്ടിട്ട് അദ്ദേഹം പറയുന്നതിന് പരിമിതികളുണ്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ. എത്രയോ ആളുകൾ ചെറിയ സംഗതികൾ വെച്ചുകൊണ്ടിരുന്നിട്ട് അത് വലിയ വലിയ കുഴപ്പങ്ങളിലേക്ക് ആയിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന്റെ മമ്മിയുടെ ബ്രദർ, അദ്ദേഹം KSEBിൽ എന്തോ ഒരു ജോലിയിലായിരുന്നു. പോസ്റ്റ് വീണു നെഞ്ചിലേക്ക്. അപ്പൊ വീണ സമയത്ത് ഹോസ്പിറ്റലിൽ പോകാതെ നേരെ വീട്ടിൽ വന്ന് കിടന്നു. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കാശൊക്കെ ചെലവാകുമല്ലോ എന്ന് വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇത്രയും ഭാഗം നീര് വെച്ച് വീർത്തു, അതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി. അവസാനം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ICUവിൽ അഡ്മിറ്റ് ആയി. ടാപ്പിംഗ്, അതായത് ഒരു സാധനം, ഒരു കുഴൽ ഇങ്ങോട്ടേക്ക് ഇട്ട് ഇവിടെ തുളച്ചിട്ട് ഇതിങ്ങനെ വെള്ളം കെട്ടിയിരിക്കുന്ന വെള്ളം അവർ പുറത്തേക്ക് ടാപ്പ് ചെയ്ത് കളയും. നല്ല പെയിൻഫുൾ, നല്ല വേദനയുള്ള പ്രോസസ്സാണ്. അത് ചെയ്തു. എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകാൻ പറ്റിയത്. ആദ്യമേ പോയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എത്രയോ അമ്മമാരാണ് അവർക്കുണ്ടാവുന്ന ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിനെ ഇഗ്നോർ ചെയ്ത് ഇവിടെ ജീവിക്കുന്നത്. നമുക്കുണ്ടാവുന്നത് വിരൽത്തുമ്പിൽ ഉണ്ടാവുന്ന മരവിപ്പാണെങ്കിലും വെറുതെ അല്ലെന്നേ. നമ്മുടെ ഒരു ശരീരഭാഗം മരവിക്കുകയാണെങ്കിൽ അവിടേക്ക് കൃത്യമായിട്ട് ബ്ലഡ് എത്തുന്നില്ല. അതിന് അവിടത്തേക്കുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള ഏതോ ഞരമ്പ് എവിടെയോ ക്രഷ്ഡ് ആയിട്ട് ഇരിപ്പുണ്ട്. അതിനെന്തോ അസുഖമുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്ന എത്രയോ സ്ത്രീകൾ ഇവിടെയുണ്ട്. ഒരു ദിവസം ഇരുട്ടി വെളുക്കുമ്പോൾ അവരങ്ങ് മരിച്ചു പോകും. അവരെ മാത്രം വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവരെന്ത് ചെയ്യും? ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ പറയുന്നത് കേൾക്കാം, ഇപ്പോഴത്തെ ഒരു കോൺടാക്സ്റ്റിൽ അങ്ങനെ ഒരാളെ വിശ്വസിച്ചൊന്നും ഒരാൾ ജീവിക്കില്ല.
അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. നിങ്ങൾ കാണുന്ന ജീവിതങ്ങളായിരിക്കില്ല എല്ലാവർക്കും. ഒരുപാട് നിറവോടെ ജീവിക്കുന്ന കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞിട്ടില്ലേ ഞാൻ, ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് വിവാഹം എല്ലാവരും കഴിച്ചിട്ടുണ്ട്, പക്ഷെ ജീവിത പങ്കാളിനെ ചിലർക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ. ആ ചിലരുണ്ട് ഇവിടെ. നമുക്ക് ഭയങ്കരമായിട്ട് ഇണങ്ങിയ, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെപ്പോഴും സന്തോഷിപ്പിക്കുന്ന, സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് തരുന്ന, നമുക്കൊരു കുടുംബം തന്ന, നമ്മുടെ വീടായിട്ടുള്ള ഒരു പങ്കാളിയുള്ള, ഒരു വ്യക്തികളുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു സുപ്രഭാതത്തിൽ കണ്ണടച്ച് തുറക്കുമ്പോൾ ഈ വ്യക്തി അങ്ങ് പോയാൽ പിന്നെ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. ഒരടി അവർക്ക് മുന്നോട്ടെടുത്ത് വെക്കണമെങ്കിൽ ഈ വ്യക്തിയുടെ സാമീപ്യം വേണം. ആ വ്യക്തി അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് ഒരു പക്ഷേ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ, നിങ്ങൾ ഇപ്പോ കൊടുക്കുന്ന, സ്നേഹിക്കുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അവരാണ് ഇവിടെ അബാൻഡഡ് ആയി പോകുന്നത്. അവർക്കാണ് ആരും ഇല്ലാതായി പോകുന്നത്. നിങ്ങൾ പോയാൽ അവർക്ക് ആരും ഉണ്ടാവില്ല. എന്റെ അപ്പ അതേക്കുറിച്ച് ചിന്തിച്ചില്ല. ഞാനിത് പറയാതെ ഒരു സുപ്രഭാതത്തിൽ നെഞ്ചുവേദന വന്ന് ഞാൻ വീണാൽ ഈ അബലകളായ എന്റെ ഭാര്യയും മോളും എന്ത് ചെയ്യും? ആകെ എന്റെ അമ്മയ്ക്ക് അറിയാവുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പലഹാരം ഉണ്ടാക്കാനാണ്. ഭക്ഷണം ഉണ്ടാക്കും, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും, നല്ല രുചിയായിട്ട് ഉണ്ടാക്കും. ഉണ്ടാക്കാൻ അറിയാത്ത ഒന്നുമില്ല. ഒറ്റത്തവണ വീഡിയോയോ റെസിപ്പിയോ എന്തെങ്കിലും കണ്ടാൽ മതി, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അതാണ് ആകെ അറിയാവുന്നത്. അത് മാത്രം അറിയാവുന്ന ഈ ഭാര്യയും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കൊച്ചും എന്ത് ചെയ്യും? എന്റെ ലാസ്റ്റ് എക്സാം നടക്കുന്ന സമയമാണ്. അപ്പയുടെ 7-നൊക്കെ ഞാൻ എക്സാം എഴുതിയിട്ട് വന്നിട്ടാണ്. അതായത് എനിക്ക് മാത്രം എക്സാം രാവിലെ നേരത്തെ വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ എനിക്ക് സിസ്റ്റേഴ്സ് ചെയ്തു തന്നു. ഞാൻ കോൺവെന്റ് സ്കൂളിലാണല്ലോ പഠിച്ചത്. അപ്പം അവിടെ നിന്ന് ഒക്കെ ഞങ്ങൾ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ, ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരാളൊന്ന് ശ്രദ്ധ വെച്ചിരുന്നെങ്കിൽ മാറിപ്പോകുമായിരുന്നു. ജീവിതത്തിൽ എടുക്കുന്ന പല ഡിസിഷനും അപ്പ ഉണ്ടെങ്കിൽ ഉണ്ടാവുന്നത് വേറെയാണ്, ഞങ്ങൾ എടുക്കുമ്പോൾ അത് വേറെയാണ്. കാരണം അപ്പ കുറച്ചും കൂടി മയപ്പെടും. ഇപ്പൊ നവാസിക്കയുടെ 3 മക്കൾക്ക് അപ്പനില്ലാതായിരിക്കുന്നു. രഹന എങ്ങനെയായിരിക്കും ഇതിനെ അതിജീവിക്കുന്നത്? അവരുടെ മുഖം കാണുമ്പോഴെല്ലാം തോന്നിയിട്ടുണ്ട്, ഇത്രയധികം സന്തോഷവതിയായിട്ട് ഒരു സ്ത്രീ ആയിട്ട് തുടരണമെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അവരതിങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു പുരുഷൻ ഉണ്ടായിരിക്കണം. അത് ഞങ്ങൾ സ്ത്രീകൾക്കാണ് അത് മനസ്സിലാവുക. അങ്ങനെ ഒരു പുരുഷൻ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായി പോകുമ്പോൾ ഒരു സ്ത്രീ എങ്ങനെ അതിനെ അതിജീവിക്കും? ഒരുപക്ഷെ അയാളുടെ ഛായയിലുള്ള 3 മക്കൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ മരണം വരെയും ഇത് വേട്ടയാടപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ മുറിവ് ഉണങ്ങാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പോകുന്നത് രഹനയ്ക്ക് തന്നെയായിരിക്കും. നവാസിക്ക ഒരു നിമിഷമെങ്കിലും നെഞ്ചുവേദന വന്നപ്പോൾ ചിന്തിക്കേണ്ടത് രഹനയെ കുറിച്ചായിരുന്നു. ഇനി നിങ്ങളോടും ഞാൻ പറയുകയാണ്, നിങ്ങളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു കുഞ്ഞു ജീവനെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും നിങ്ങൾ അവഗണിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും വലിയൊരു ദുരിതാവസ്ഥ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് ആ ജീവനാണ്. അതിനോട് കരുതലുണ്ടെങ്കിൽ, സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോഗ്യവാന്മാരായിട്ടിരിക്കും. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.